പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം മുതൽ പഠന വിഷയമാക്കുകയാണ്. 5-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. 1, അനന്യാസിന്റെയും സപ്പീറായുടെയും ഉദാഹരണം. 2, അപ്പോസ്തലന്മാരിലൂടെയും അവരുടെ ഇടയിലും കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും. 3, അപ്പോസ്തലന്മാരെ ന്യായാധിപ സംഘത്തിന്റെ മുന്നിൽ വിചാരണയ്ക്കായി നിർത്തുകയും ഗമാലിയേൽ ഇടപെടുകയും ചെയ്യുന്ന കാര്യം. 5:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അനന്യാസിനെയും സപ്പീറായെയും സംബന്ധിച്ചതാണ്. അനന്യാസും അവന്റെ ഭാര്യ സപ്പീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റ് വിലയുടെ ഒരു ഭാഗം ഭാര്യയുടെ അറിവോടെ അവൻ മാറ്റിവെച്ചു. ബാക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുപോയി സമർപ്പിച്ചു. പത്രോസ് അനന്യാസിനോട് ചോദിച്ചു, അനന്യാസേ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത്? പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റുകിട്ടിയതും നിന്റെ അധീനതയിലായിരുന്നില്ലേ? ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യരോടല്ല, ദൈവത്തോടാണ്. ഈ വാക്ക് കേട്ട ഉടനെ അനന്യാസ് നിലത്തു വീണ് മരിച്ചു. ഇത് കേട്ടവരെല്ലാം ഭയവിഹ്വലരായി. ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് അവന്റെ ഭാര്യയും വന്നു. നടന്നതൊന്നും അവൾ അറിഞ്ഞില്ല. അതായത് അനന്യാസ് മരിച്ചതോ ഇതൊന്നും അവൾ അറിഞ്ഞില്ല. പത്രോസ് അവളോട് ചോദിച്ചു, ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റതെന്ന് എന്നോട് പറയുക. അവൾ പറഞ്ഞു, അതെ, ഈ തുകയ്ക്ക് തന്നെ. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നത് എന്ത്? ഇതാ, നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലൊച്ച വാതിലിന് പുറത്ത് കേൾക്കാം. അവർ നിന്നെയും കൊണ്ടുപോകും. തൽക്ഷണം അവൾ അവന്റെ കാൽക്കൽ വീണ് മരിച്ചു. ചെറുപ്പക്കാർ അകത്ത് പ്രവേശിച്ചപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവളെ എടുത്തുകൊണ്ടുപോയി ഭർത്താവിന് സമീപം സംസ്കരിച്ചു. സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുണ്ടായി. പ്രിയമുള്ളവരെ, എന്താണ് ഈ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശം? അനന്യാസിനോടും സപ്പീറായോടും തങ്ങളുടെ പറമ്പ് വിറ്റ് അല്ലെങ്കിൽ സ്വത്ത് വിറ്റ് കാശ് കൊണ്ടുപോയി സമർപ്പിക്കാൻ ആരും ആവശ്യപ്പെട്ടില്ല. അവർ സ്വമനസാ നിശ്ചയിച്ചതാണ്. അപ്പോൾ പിന്നെ എന്തിന് ഒരു ഭാഗം മാറ്റിവെച്ചു? ഇത് നമ്മുടെ ജീവിതത്തിലും സമർപ്പണത്തിന്റെ പാതയിൽ വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ നൽകുന്നു. ദൈവത്തിനായി സമർപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ ജീവിതം എപ്രകാരം വിശ്വസ്തയോടെ നാം നയിക്കുന്നു എന്ന് ചിന്തിക്കണം. നമുക്ക് ദൈവത്തോടും സഹോദരങ്ങളോടും നമ്മളോട് തന്നെയുമുള്ള കടമകൾ തിരിച്ചറിഞ്ഞ് അവ വിശ്വസ്തയോടെ നിറവേറ്റാൻ നമുക്ക് അടയാളമായി നിൽക്കുകയാണ് ഈ സംഭവം. പ്രത്യേകിച്ച് സമർപ്പിതർക്ക് ഇത് വലിയൊരു പാഠം നൽകുകയാണ്. സമ്പൂർണമായി സ്വമനസ കർത്താവിന് സമർപ്പിച്ചിട്ട് ആ സമർപ്പണം കുറച്ച് മാറ്റിവെക്കാനോ തിരിച്ചെടുക്കാനോ അവകാശമില്ല. അതുപോലെ നമ്മുടെ ആരാധനാ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള സമയം, ദൈവത്തിനായി നാം നിശ്ചയിച്ചിട്ടുള്ള സമയം, അത് പൂർണ്ണമായും അവിടുത്തെ ആരാധിക്കുവാനായി തന്നെ നാം ചെലവിടണം. ദൈവം നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാണ്. നമ്മുടെ ആന്തരിക ഭാവങ്ങളും മനോഭാവങ്ങളും എല്ലാം ദൈവം കാണുന്നുണ്ട്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അതുപോലെ നമുക്കറിയാം, ദൈവപ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1-ാമത്തേതും നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക. ദൈവത്തോടുള്ള നമ്മുടെ കടമ, ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും ആരാധിച്ച് മഹത്വപ്പെടുത്താനുമുള്ള നമ്മുടെ കടമ, ക്രിസ്തു ശിഷ്യരുടെ പ്രധാന ധർമ്മങ്ങൾ നിറവേറ്റുന്നതിൽ നമ്മുടെ വിശ്വസ്തത, ക്രിസ്തുവിന് സാക്ഷികളായി ജീവിക്കുന്നതിൽ നമ്മുടെ വിശ്വസ്തത, ഇതൊക്കെ നമ്മൾ ദൈവ തിരുസന്നിധിയിൽ ആത്മശോധന ചെയ്യണം.
വിശ്വസ്തയോടെ ദൈവ തിരുമുൻപിൽ വ്യാപരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ അനന്യാസും സഫീറയും തങ്ങളുടെ സ്വത്ത് മുഴുവൻ വിറ്റ് ഒരു ഭാഗം തങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് അപ്പസ്തോലന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയി കാഴ്ചവെച്ചു. അത് വലിയ തെറ്റാണോ? പത്രോസ് പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിക്കുക. 5-ാം അധ്യായം 3-ാം വാക്യം. പത്രോസ് ചോദിച്ചു, അനന്യാസേ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? അപ്പൊ ഇവിടത്തെ പാപം പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചതാണ്. ഇവരെ ആരും നിർബന്ധിച്ചതല്ല പറമ്പ് വിറ്റ് കാശുകൊണ്ട് കൊടുക്കാൻ. പക്ഷെ അവർ ആലോചിച്ച് ഒരു ഭാഗം മാറ്റിവെച്ചിട്ട് കൊണ്ടുകൊടുത്തു. എന്നാൽ പത്രോസ് ചോദിച്ചപ്പോഴെങ്കിലും മനസ്സ് തിരിയാമായിരുന്നു അനന്യാസിന്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് സാത്താനാണ്. മനസാക്ഷി നിർമ്മലമല്ലെങ്കിൽ സാത്താന് പ്രേരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. സാത്താന്റെ പ്രേരണയാൽ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപം ക്ഷമിക്കപ്പെടുക ഇല്ല എന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപുത്രനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെട്ടാലും പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടുകയില്ല. എല്ലാം ദൈവം കാണുന്നു എന്ന സത്യം നമ്മൾ ഓർക്കണം. പെന്തക്കോസ്തി കഴിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടൽ ദർശിച്ചുകൊണ്ടാണല്ലോ ഇവരൊക്കെ ഈ കൂട്ടായ്മയിൽ ചേർന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെതിരായ പാപത്തിൽ അകപ്പെടാൻ പാടില്ലായിരുന്നു. അനന്യാസിന് മനസ്സ് തിരിയാൻ ചാൻസ് പത്രോസിലൂടെ ദൈവം കൊടുത്തു. അപ്പോൾ ഏറ്റു പറഞ്ഞാ മതിയായിരുന്നു, ഞാൻ ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ട് എന്ന്. ഇനി അത് കഴിഞ്ഞ് അനന്യാസിന്റെ ഭാര്യ സഫീറ വന്നപ്പോഴും പത്രോസ് സഫീറയോട് ചോദിച്ചു, ഈ തുകയ്ക്ക് തന്നെയാണോ പറമ്പ് വിറ്റത്? അനന്യാസിനും പത്രോസിലൂടെ ദൈവം ചാൻസ് കൊടുത്തു മനസ്സ് തിരിയാൻ. സഫീറയ്ക്കും പത്രോസിലൂടെ ദൈവം ചാൻസ് കൊടുത്തു മനസ്സ് തിരിയാൻ. പക്ഷേ അവള് അല്ല, ഈ തുകയ്ക്ക് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം. തെറ്റാണെന്ന് വ്യക്തമായി അറിയാം, കള്ളമാണ് പറയുന്നതെന്ന് അവർക്ക് നന്നായി അറിയാം. ഇതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുന്ന പ്രവൃത്തി ദൈവം ക്ഷമിക്കുകയില്ല. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ ഉടനടി ഇതുപോലെ സംഭവിക്കുന്നില്ല. കർത്താവ് കരുണയോടെ വീണ്ടും ക്ഷമിച്ച് സമയം തരുന്നു നമുക്ക്. നാം ഇവ തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥമായി മനസ്തപിച്ച് ഇത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിട്ടും ഇത് ചെയ്തുകൂടാ എന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ച് ഈ പാപം ചെയ്തു എന്ന് പറഞ്ഞു കുമ്പസാരിക്കാം. പ്രിയമുള്ളവരെ, തെറ്റാണെന്ന് അറിയാമായിരുന്നിട്ടും തെറ്റിൽ അകപ്പെടാനിട വരരുത്. 5-ാം അധ്യായത്തിലെ 2-ാമത്തെ പ്രധാന ചിന്താ വിഷയം അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനങ്ങളുടെ മധ്യത്തിൽ ദൈവം പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. അവർ ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. പക്ഷേ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ജനം അവരെ ബഹുമാനിച്ചു പോന്നു. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരുടെ മേലൊന്ന് പതിക്കാനായി അനേകം രോഗികളെ വഴിയോരങ്ങളിൽ കൊണ്ടുപോയി കിടത്തിയിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. അപ്പോസ്തലന്മാരിലൂടെ സംഭവിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പോസ്തലന്മാരെ പിടിച്ചു ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു. രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹ വാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. നവജീവന്റെ ഈ വചനം സകലരോടും പ്രഘോഷിക്കുവാൻ കർത്താവിന്റെ ദൂതൻ
കാരാഗ്രഹത്തിൽ കിടന്ന അപ്പസ്തോലന്മാരോട് പറഞ്ഞ് അവരെ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി. ഈ ഭാഗത്തെ മൂന്നാമത്തെ പ്രധാന ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 21 മുതലുള്ള വാക്യം. അവർ ഇത് കേട്ട് പ്രഭാതമായപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവർ ദേവാലയത്തിൽ പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രധാന പുരോഹിതനും അനുചരന്മാരും ഒന്നിച്ചുകൂടി ന്യായാധിപ സംഘത്തെയും ഇസ്രായേലിലെ എല്ലാ ജനപ്രമുഖന്മാരെയും വിളിച്ചുകൂട്ടുകയും തടവുകാരെ കൊണ്ടുവരാൻ ജയിലിലേക്ക് ആളയക്കുകയും ചെയ്തു. ആ സേവകർ കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ അവരെ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു ചെന്ന് വിവരമറിയിച്ചു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ഭദ്രമായി ബന്ധിക്കപ്പെട്ടിരുന്നതും പടയാളികൾ കാവൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടതാണ്. എന്നാൽ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നപ്പോൾ അകത്താരെയും കണ്ടില്ല. ഇത് കേട്ടപ്പോൾ ദേവാലയ സേനാധിപനും പുരോഹിത പ്രമുഖന്മാരും ഇതിന്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് അവരെ പറ്റി സംഭ്രാന്തരായി. അപ്പോൾ ഒരാൾ വന്ന് അവരോട് പറഞ്ഞു, ഇതാ നിങ്ങൾ കാരാഗ്രഹത്തിൽ അടച്ച മനുഷ്യർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പോൾ സേനാധിപൻ സേവകരോട് കൂടെ ചെന്ന് ബലപ്രയോഗം കൂടാതെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. ഇവർ ചെന്നപ്പോൾ അവര് ബലപ്രയോഗത്തിനോ എതിർപ്പിനോ ഒന്നും തയ്യാറായില്ല. കാരണം ജനങ്ങൾ തങ്ങളെ കല്ലെറിയുമോ എന്നവർ ഭയപ്പെട്ടിരുന്നു. ശരിയല്ലേ? കാരാഗ്രഹത്തിൽ അടച്ചിട്ടിരുന്നവർ എങ്ങനെ വാതിൽ പോലും തുറക്കാതെ പുറത്തു കിടന്നു? 27 മുതലുള്ള വാക്യങ്ങൾ. അവർ അവരെ കൊണ്ടുവന്ന് സംഘത്തിന്റെ മുമ്പിൽ നിർത്തി. പ്രധാന പുരോഹിതൻ അവരോട് പറഞ്ഞു, ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നതല്ലേ? എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു. ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു. പത്രോസും അപ്പസ്തോലന്മാരും പ്രതിവചിച്ചു, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. ദൈവത്തെ അനുസരിക്കുന്നവർക്കാണ് ദൈവം പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യുന്നത്. ഈ പരിശുദ്ധാത്മാവും ഈ സംഭവങ്ങൾക്ക് സാക്ഷിയാണ്. 33 മുതലുള്ള വാക്യം. ഇത് കേട്ടപ്പോൾ അവർ ക്ഷുഭിതരാവുകയും അപ്പസ്തോലന്മാരെ വധിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ നിയമ ഉപദേഷ്ടാവും സകലർക്കും ആദരണീയനുമായ ഗമാലിയേൽ എന്ന ഫരിസേയൻ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് അവരെ കുറച്ചു സമയത്തേക്ക് പുറത്തു നിർത്താൻ പറഞ്ഞു. അപ്പോൾ അപ്പസ്തോലന്മാരെ പുറത്താക്കി. അനന്തരം ഗമാലിയേൽ പറഞ്ഞു, ഇസ്രായേൽ ജനങ്ങളെ, ഈ മനുഷ്യരോട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഈ മനുഷ്യരോട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നുള്ളതാണെങ്കിൽ പരാജയപ്പെടും. മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. ഗമാലിയേൽ ഇടപെട്ടതുകൊണ്ട് അവരെ വധിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അവർ അവന്റെ ഉപദേശം സ്വീകരിച്ചു. ഗമാലിയേലിന്റെ ഉപദേശം സ്വീകരിച്ചിട്ട് അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം മേലിൽ യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് വിട്ടയച്ചു. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാനും പീഡനമേൽക്കാനും യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. ഈ അപമാനത്തെയും പീഡനത്തെയും ഓർത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് അവർ അവരുടെ മുൻപിലൂടെ പുറത്തുപോയത്. എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്ന് യേശുവാണ് ക്രിസ്തുവെന്ന് പഠിപ്പിക്കുന്നതിൽ നിന്നും പ്രസംഗിക്കുന്നതിൽ നിന്നും അവർ വിരമിച്ചില്ല. അതായത് യഹൂദർ പ്രതീക്ഷിച്ചിരിക്കുന്ന ക്രിസ്തു അഥവാ മിശിഹ, യഹൂദരുടെ രക്ഷയ്ക്കായി ദൈവം അഭിഷേകം ചെയ്ത് അയക്കുന്ന ദൈവത്തിന്റെ ഉടമ്പടി വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായ മിശിഹ അഥവാ ക്രിസ്തുവാണ് യേശു എന്ന് അപ്പസ്തോലന്മാർ ദേവാലയങ്ങളിലും ഭവനങ്ങൾ തോറും ചെന്ന് പഠിപ്പിച്ചു. മേലിൽ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് തിരിച്ചുവിട്ടിട്ടും അവർ
പിന്തിരിഞ്ഞില്ല. 6-ാം അധ്യായത്തിലേക്ക് പോകാം നമുക്ക്. 6-ാം അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, 7 ഡീക്കന്മാരെ തെരഞ്ഞെടുക്കുന്ന സംഭവം. 2, സ്തെഫാനോസിനെ സംബന്ധിച്ച കാര്യം. ശിഷ്യന്മാരുടെ സംഖ്യ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അപ്പസ്തോലന്മാർക്ക് വചന ശുശ്രൂഷയിൽ വ്യാപൃതരാകാൻ വേണ്ടത്ര സമയം ലഭിച്ചില്ല. അതുകൊണ്ട് അവർ പ്രതിദിനമുള്ള സഹായങ്ങൾ വിതരണം ചെയ്യാനും ഒക്കെയായിട്ട് 12 ശിഷ്യരുടെ സമൂഹത്തെ കൂടാതെ അവരുടെ ഇടയിൽ നിന്ന് ചിലരെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. 6:1 മുതലുള്ള വാക്യങ്ങളിൽ 12 പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ. ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചുകൊള്ളാം. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കോറോസ്, നിക്കാനോർ, തീമോൻ, പർമേനാസ്, യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യക്കാരൻ നിക്കോളാവോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അവരെ അപ്പസ്തോലന്മാരുടെ മുമ്പിൽ നിർത്തി അവർ പ്രാർത്ഥിച്ച അവരുടെ മേൽ കൈകൾ വെച്ച് ആശീർവദിച്ചു. ദൈവവചനം പ്രചരിക്കുകയും ജെറുസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു. യഹൂദരുടെ ഇടയിലെ പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു. 8 മുതലുള്ള വാക്യങ്ങൾ. സ്തെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിലും അവനിലൂടെ ദൈവം പ്രവർത്തിച്ച അടയാളങ്ങൾ. കിറേനക്കാരും അലക്സാണ്ട്രിയക്കാരും കിലിക്കിയയിലും ഏഷ്യയിലും നിന്നുള്ളവരും ഉൾപ്പെടുന്നതും സ്വതന്ത്രന്മാരുടെ സിനഗോഗ് എന്നറിയപ്പെട്ടിരുന്നതുമായ സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. 10-ാം വാക്യം. ഇവർ സ്തെഫാനോസിനോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. എന്നാൽ അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടെങ്കിലും സ്തെഫാനോസിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ദൈവജ്ഞാനവും ചൈതന്യവും കാരണം സ്തെഫാനോസിനോട് അവർക്ക് എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു, അവൻ മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു. അവർ ജനങ്ങളെയും ജനപ്രമാണികളെയും നിയമജ്ഞരെയും ഇളക്കുകയും അവനെ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് അവർ കള്ളസാക്ഷ്യം പറഞ്ഞു. അവരെഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇവൻ ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനും എതിരായി സംസാരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. നസറായനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശ നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നത് ഞങ്ങൾ കേട്ടു. സംഘത്തിലുണ്ടായിരുന്നവർ അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റേത് പോലെ കാണപ്പെട്ടു. കാരണം സ്തെഫാനോസ് ദൈവജ്ഞാനവും ദൈവചൈതന്യവും നിറഞ്ഞവനായിരുന്നു. ദൈവ തിരുമുൻപിൽ നീതിമാനായി ജീവിച്ച ദൈവഭക്തൻ. സ്തെഫാനോസിനെതിരെ കള്ളസാക്ഷ്യം പറയുമ്പോഴും സ്തെഫാനോസിനെ ബന്ധിച്ചുകൊണ്ട് നിർത്തിയേക്കുമ്പോഴും അവർ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു ദൈവദൂതന്റെ മുഖം പോലെ സ്തെഫാനോസിന്റെ മുഖം പ്രശോഭിച്ചു. നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് പോകാം. പ്രധാന പുരോഹിതൻ ചോദിച്ചു, ഇതെല്ലാം സത്യമാണോ? ഒരു വാക്ക് അവര് ചോദിച്ചതേ ഉള്ളൂ. സ്തെഫാനോസ് തുടങ്ങി. 7-ാം അധ്യായം 1 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ സ്തെഫാനോസിന്റെ നീണ്ട പ്രസംഗമാണ്. ഇത് കഴിയുമ്പോൾ അവനെ കൊല്ലുമെന്ന് അവൻ അറിയാം. എങ്കിലും കിട്ടിയ അവസരം കൊണ്ട് സ്തെഫാനോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രധാനപ്പെട്ട രക്ഷാകര സംഭവങ്ങൾ മുഴുവനും ഒറ്റ ശ്വാസത്തിൽ പറയുന്നത് പോലെ വിളിച്ചു പറയുക. പ്രിയമുള്ളവരെ, ആ ന്യായാധിപ സംഘത്തിന്റെ മുന്നിൽ നിന്ന് സ്തെഫാനോസ് വിളിച്ചു പറഞ്ഞത് ശ്രദ്ധിക്കുക. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പൂർവ്വപിതാവായ അബ്രഹാത്തെയും അബ്രഹാത്തോട് ദൈവം ചെയ്ത ഉടമ്പടിയെയും സംബന്ധിച്ചുള്ളതായിരുന്നു.
നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുമ്പ് മെസൊപ്പൊട്ടേമിയയിൽ ആയിരിക്കുമ്പോൾ മഹത്വത്തിന്റെ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, നിന്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നീ പുറപ്പെട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അവൻ കാനാൻ ദേശത്ത് നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ താമസമാക്കി. പിതാവിന്റെ മരണത്തിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ വസിക്കുന്ന ഈ ദേശത്ത് ദൈവം അവനെ കൊണ്ടുവന്നു. എങ്കിലും അവിടെ നിന്ന് അവന് ഒരവകാശവും ഒരടി സ്ഥലം പോലും കൊടുത്തില്ല. എന്നാൽ ഈ ദേശം അവനും പിൻതലമുറയ്ക്കും അവകാശമായി നൽകുമെന്ന് അവന് സന്താനമില്ലാതിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് വാഗ്ദാനം ചെയ്തു. അവന്റെ സന്താനങ്ങൾ മറ്റുള്ളവരുടെ ദേശത്ത് പ്രവാസികളായിരിക്കുമെന്നും അവരെ വിദേശികൾ 400 വർഷത്തേക്ക് അടിമകളാക്കി പീഡിപ്പിക്കുമെന്നും ദൈവം പറഞ്ഞു. ദൈവം വീണ്ടും പറഞ്ഞു, അവർ സേവിക്കുന്ന ജനതയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ പുറപ്പെട്ട് ഈ സ്ഥലത്ത് വന്ന് എന്നെ ആരാധിക്കും. പിന്നെ അവിടുന്ന് അവനുമായി പരിച്ഛേദനത്തിന്റെ ഉടമ്പടി ചെയ്തു. അബ്രഹാത്തോട് ദൈവം ചെയ്ത ഉടമ്പടി. അബ്രഹാത്തിൽ നിന്ന് ഇസഹാക്ക് ജനിച്ചു. 8-ാം ദിവസം അവനെ പരിച്ഛേദനം ചെയ്തു. ഇസഹാക്കിൽ നിന്ന് യാക്കോബും യാക്കോബിൽ നിന്ന് 12 ഗോത്ര പിതാക്കന്മാരും ജനിച്ചു. 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഗോത്ര പിതാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. 17 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അബ്രഹാത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം പൂർത്തിയാകാറായപ്പോൾ ഈജിപ്തിൽ ജനം വളർന്നു പെരുകി. അവസാനം ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ അധികാരത്തിൽ വന്നു. അവൻ നമ്മുടെ വംശത്തെ വഞ്ചിച്ചുകൊണ്ട് പിതാക്കന്മാരോട് ക്രൂരമായി പെരുമാറി. ശിശുക്കൾ ജീവിക്കാതിരിക്കാൻ അവരെ പുറത്തെറിഞ്ഞു കളയുന്നതിന് നിർബന്ധിച്ചു. ഈ കാലത്ത് മോശ ജനിച്ചു. 20 മുതലുള്ള വാക്യങ്ങളിൽ ഇനി മോശയെ കുറിച്ചാണ് പറയുന്നത്. പുറത്തെറിയപ്പെട്ട അവനെ ഫറവോയുടെ പുത്രി എടുത്ത് സ്വന്തം മകനായി വളർത്തി. വാക്കിലും പ്രവൃത്തിയിലും അവൻ കരുത്തനായി തീർന്നു. 23 മുതലുള്ള വാക്യങ്ങൾ, അവന് 40 വയസ്സ് തികഞ്ഞപ്പോൾ തന്റെ സഹോദരരായ ഇസ്രായേൽ മക്കളെ സന്ദർശിക്കാൻ അവൻ അഭിലഷിച്ചു. 24 മുതലുള്ള വാക്യങ്ങൾ, അവരിൽ ഒരാൾ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ട് അവൻ സഹായത്തിനെത്തി. ഈജിപ്തുകാരനെ അടിച്ചു വീഴ്ത്തി. ഉപദ്രവിക്കപ്പെട്ടവന് വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു. അടുത്ത ദിവസം എബ്രായർ ചണ്ട കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുത്ത് ചെല്ലാനിടയായി. അവരെ അനുരഞ്ജിപ്പിക്കാമെന്ന് വിചാരിച്ച് അവൻ പറഞ്ഞു, നിങ്ങൾ സഹോദരന്മാരാണ്, എന്തിന് പരസ്പരം ദ്രോഹിക്കുന്നു? അപ്പോൾ അയൽക്കാരനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവൻ മോശയെ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ മേൽ അധികാരവും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു? ഇന്നലെ ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നിന്റെ പാവം? ഇത് കേട്ട് മോശ മിദിയാനിലേക്ക് ഓടിപ്പോയി അവിടെ പരദേശിയായി ജീവിച്ചു. 30 മുതലുള്ള വാക്യങ്ങൾ, 40 വർഷങ്ങൾക്ക് ശേഷം സീനായി മലയുടെ മരുപ്രദേശത്ത് ഒരു മുൾപടർപ്പിനുള്ളിൽ അഗ്നിജ്വാലയുടെ മധ്യേ ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്, മോശ അമ്മായിയപ്പന്റെ ആട് മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ സീനായി മലയിൽ കത്തുന്ന മുൾപടർപ്പിൽ ദൈവം അവന് പ്രത്യക്ഷനായി എന്നാണ്. മോശ ആ ദർശനത്തിൽ അത്ഭുതപ്പെട്ട് സൂക്ഷിച്ചു നോക്കാൻ അവന് അടുത്തേക്ക് ചെന്നു. അപ്പോൾ കർത്താവിന്റെ സ്വരം കേട്ടു, നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ, അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ഭയവിഹ്വലനായ മോശ കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഈജിപ്തിൽ എന്റെ ജനം അനുഭവിക്കുന്ന പീഡനങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു, അവരുടെ ദീനരോധനം ഞാൻ കേട്ടു. 36-ാം വാക്യം മുതൽ, ഈജിപ്തിലും ചെങ്കടലിലും 40 വർഷം മരുഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് അവൻ അവരെ നയിച്ചു. ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ശേഷം മോശയിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അടയാളങ്ങൾ പ്രവർത്തിച്ചു, അവരെ നയിച്ചു. ദൈവം നിങ്ങളുടെ സഹോദരരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്കായി ഉയർത്തുമെന്ന് ഇസ്രായേൽ മക്കളോട് പ്രഖ്യാപിച്ചത് ഈ മോശയാണ്. നിയമാവർത്തനം 18:15 ഇത് പറഞ്ഞിട്ടുണ്ട്. സ്തെഫാനോസ് അതാണ് എടുത്തു പറയുന്നത്. സ്തെഫാനോസ് അതെല്ലാം കൃത്യമോർത്തിരിക്കുകയാണ്. സീനായി മലയിൽ വെച്ച് തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടുകൂടെ മരുഭൂമിയിലെ സംഘത്തിലായിരുന്നവനും
നിങ്ങൾക്ക് നൽകാനായി ജീവവചസ്സുകൾ സ്വീകരിച്ചവനും ഇവനാണ്. നമ്മുടെ പിതാക്കന്മാർ അവനെ അനുസരിച്ചില്ല. അവർ അവനെ നിരാകരിക്കുകയും ഉള്ളുകൊണ്ട് ഈജിപ്തിലേക്ക് തിരിയുകയും ചെയ്തു. അവർ അഹ്റോനോട് ആവശ്യപ്പെട്ടു, ഞങ്ങളെ നയിക്കാൻ ദേവന്മാരെ നിർമ്മിച്ചു തരുക. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് നയിച്ചു കൊണ്ടുവന്ന മോശയുണ്ടല്ലോ, അവൻ എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞുകൂടാ. 41 മുതലുള്ള വാക്യങ്ങൾ. അവർ ആ ദിവസങ്ങളിൽ ഒരു കാളക്കുട്ടിയെ നിർമ്മിച്ച് ആ വിഗ്രഹത്തിന് ബലിയർപ്പിച്ചു. സ്വന്തം കരവേളകളിൽ അവർ ആഹ്ലാദ പ്രകടനം നടത്തി. ദൈവം അവരിൽ നിന്ന് മുഖം തിരിക്കുകയും ആകാശ ശക്തികളെ ആരാധിക്കാൻ അവരെ കൈവെടിയുകയും ചെയ്തു. പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ 66:1-2 വാക്യങ്ങൾ. ആത്മാവിനാൽ പ്രേരിതനായി സ്തെഫാനോസ് ഇതെല്ലാം വിളിച്ചു പറയുകയാണ്. 52-53 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഏത് പ്രവാചകന്മാരുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി? നീതിമാനായവന്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി. നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു. അതായത് യേശുവിനെ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു, എങ്കിലും നിങ്ങൾ അത് പാലിച്ചില്ല. സ്തെഫാനോസ് ആദ്യം നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞ് അവരുടെ പക്ഷം ചേർന്ന് സംസാരിച്ചു വന്നു. അവസാനം അവരുടെ നേരെ തിരിഞ്ഞ് അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന ഒരു യുവാവിന്റെ കാൽക്കൽ അഴിച്ചുവെച്ചു. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. പ്രിയമുള്ളവരെ, സ്തെഫാനോസിന്റെ ഈ സാക്ഷ്യം ശ്രദ്ധിക്കുക. അവൻ എന്തുമാത്രം ദൈവാത്മാവ് നിറഞ്ഞവനായിരുന്നു, ദൈവ ചൈതന്യം നിറഞ്ഞവനായിരുന്നു, ദൈവജ്ഞാനം നിറഞ്ഞവനായിരുന്നു. ഈ ജ്ഞാന ചൈതന്യത്താൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായ യേശുമിശിഹായിലേക്ക് വന്നു. ദൈവത്തിന്റെ മഹത്വം ദർശിച്ചിട്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ട് സുവിശേഷങ്ങളിൽ മനുഷ്യപുത്രൻ എന്ന നാമം യേശുവിനെ വിശേഷിപ്പിക്കുവാൻ യേശു മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പുതിയ നിയമത്തിൽ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ അല്ലാതെ ഉപയോഗിച്ചത് നമ്മൾ കാണുന്നുള്ളൂ. അത് സ്തെഫാനോസാണ്. അപ്പൊ ഇവിടെ സ്തെഫാനോസ് മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ അവൻ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനും മരിച്ചുയർത്തെഴുന്നേറ്റവനും മഹത്വപൂർണനായി ഇനിയും വരാനിരിക്കുന്നവനാണ്. ദൈവപിതാവിന്റെ മഹത്വത്തിൽ ദർശിച്ചുകൊണ്ടാണ് ഈ മനുഷ്യപുത്രനെ സ്തെഫാനോസ് സാക്ഷ്യപ്പെടുത്തി. ഇത്രയും അതിക്രൂരമായി കല്ലെറിഞ്ഞ് കൊന്നപ്പോൾ അവൻ അവസാനം ചെയ്തത് എന്താണ്? എന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞിട്ട് മുട്ടുകുത്തി ഇവർ ചെയ്യുന്ന ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് എന്ന് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. അതായത് സ്തെഫാനോസ് തന്റെ നാഥനായ യേശുമിശിഹായെ പോലെ അപരന്റെ പാപങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കിത് വലിയ മാതൃകയാണ്. ഈ സ്തെഫാനോസിനെ പോലെ ജീവിക്കാൻ, ജ്ഞാനവും ദൈവ ചൈതന്യവും നിറഞ്ഞവരായി ജീവിക്കുവാൻ, ഏത് സാഹചര്യത്തിലും ഒരു വാക്ക് പറയാൻ അവസരം കിട്ടിയാൽ അവിടെ യേശു തമ്പുരാനെ വളരെ വ്യക്തമായി പ്രഘോഷിക്കുവാൻ, രക്ഷാകര ചരിത്രം സംഗ്രഹമായി അവതരിപ്പിക്കാൻ തക്ക വിധം നമ്മുടെ ഉള്ളിൽ നിറയണം. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. നാം എല്ലാവരും ഒന്ന് ചേർന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായ്ക്ക് സാക്ഷ്യം നൽകുന്നവരായി തീരുവാനും അങ്ങനെ അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുക്കുവാനും സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.